ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെ അതിപ്രധാനമായ ബഗ്രാം എയർബേസ് ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണം മേഖലയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ദശാബ്ദങ്ങളായി തുടരുന്ന അവിശ്വാസവും അതിർത്തി തർക്കങ്ങളും ഒടുവിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെതിരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ താലിബാൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് അഥവാ നീതിനിഷ്ഠമായ ക്രോധം എന്ന പേരിൽ ഈ വൻകിട സൈനിക നീക്കം ആരംഭിച്ചത്. ഫെബ്രുവരി 26 രാത്രി ആരംഭിച്ച ഈ ഓപ്പറേഷൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ 2600 കിലോമീറ്ററിലധികം വരുന്ന ഡ്യൂറൻഡ് ലൈനിന് ഇരുവശവും വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബഗ്രാം എയർബേസിന് നേരെ നടന്ന ആക്രമണം കേവലം ഒരു സൈനിക നീക്കം എന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. വർഷങ്ങളോളം അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന താവളമായിരുന്ന ബഗ്രാം ഇന്ന് താലിബാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെയുള്ള ഒരു എയർക്രാഫ്റ്റ് ഹാങ്കറും 2 സംഭരണശാലകളും പാകിസ്ഥാൻ തകർത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി ലോകത്തിന് ബോധ്യമായി. അഫ്ഗാനിസ്ഥാന്റെ ഏത് കോണിലും കടന്നു ചെന്ന് ആക്രമിച്ച് മടങ്ങാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന കൃത്യമായ താക്കീതാണ് പാകിസ്ഥാൻ താലിബാന് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അതിർത്തിയിലെ 50ലധികം കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ഒരേ സമയം ആക്രമണം നടത്തിയെന്നത് ഈ നീക്കത്തിന്റെ ആസൂത്രണ മികവ് വ്യക്തമാക്കുന്നു. ഈ സൈനിക നീക്കത്തിന് പിന്നിലെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ പാകിസ്ഥാൻ അതിന്റെ ഏറ്റവും ആധുനികമായ ആയുധ ശേഖരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ, ലോങ് റേഞ്ച് മോർട്ടാറുകൾ, ഹെവി ആർട്ടിലറി എന്നിവയ്ക്ക് പുറമെ ആധുനിക യുദ്ധതന്ത്രമായ സ്വാം ഡ്രോണുകളും ഈ ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഒരേ സമയം വലിയൊരു കൂട്ടം ഡ്രോണുകൾ അയച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയാണിത്. ഗ്രൗണ്ട് ട്രൂപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ഡ്രോൺ ആക്രമണങ്ങൾ താലിബാന്റെ പ്രതിരോധ നിരയെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ചു പോയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് താലിബാൻ തങ്ങളെ നേരിടുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായാണ് തങ്ങളുടെ സൈനിക കരുത്ത് പാകിസ്ഥാൻ തുറന്നു കാട്ടിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഈ സംഘർഷം പുകയുന്നതിനിടയിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സാഹചര്യം മറ്റൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ത്രികോണ യുദ്ധത്തിന്റെ കനലുകൾ പാകിസ്ഥാനിലേക്കും പടർന്നിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും കുടുംബങ്ങളെയും പാകിസ്ഥാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. ലാഹോറിലെയും കറാച്ചിയിലെയും കോൺസുലേറ്റുകളിൽ നിന്നുള്ള അത്യാവശ്യക്കാരല്ലാത്ത ജീവനക്കാരോട് ഉടൻ മടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം അത്രമേൽ മോശമാണെന്നാണ് വാഷിംഗ്ടണിന്റെ വിലയിരുത്തൽ. പാകിസ്ഥാനിലെ പ്രക്ഷോഭങ്ങൾ പലയിടത്തും അക്രമാസക്തമാകുന്ന കാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ നടന്ന മാർച്ചുകൾ തടയാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിനിടെ നടന്ന സംഘർഷങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാൻ പഞ്ചാബ് പ്രവിശ്യയിലും ഇസ്ലാമാബാദിലും സെക്ഷൻ 144 ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിസ സേവനങ്ങൾ നിർത്തിവെച്ചതും കോൺസുലേറ്റുകളുടെ പ്രവർത്തനം മരവിപ്പിച്ചതും പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഒരു വശത്ത് താലിബാനുമായുള്ള അതിർത്തി യുദ്ധം, മറുവശത്ത് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ. ഇതിനിടയിൽ പതറുന്ന ഒരു ഭരണകൂടത്തെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത്. അഫ്ഗാൻ താലിബാന്റെ നിലപാടും ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 50ലധികം കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ മിസൈലുകൾ പതിച്ചതായി അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾ തങ്ങളുടെ മണ്ണിൽ നിന്നെല്ലാം നടക്കുന്നതെന്നാണ് താലിബാന്റെ വാദം. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ബലൂചിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോഴും ഷെല്ലാക്രമണം തുടരുകയാണ്. പ്രധാന യുദ്ധ ടാങ്കുകളും ആർട്ടിലറി യൂണിറ്റുകളും അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ നീക്കിക്കഴിഞ്ഞു. ഇതൊരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ സൈനിക നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേവലം പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ മാത്രം ഒതുങ്ങുന്നതല്ല. മധ്യേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും പ്രധാന സുരക്ഷാ സമവാക്യങ്ങളെ ഇത് മാറ്റിമറിക്കും. ഇറാനിലെ പ്രശ്നങ്ങളും പാകിസ്ഥാനിലെ ജനരോക്ഷവും അമേരിക്കയുടെ കടുത്ത നിലപാടുകളും ചേർന്ന് ഒരു വിസ്ഫോടനാത്മകമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കർക്കശമായ വിദേശ നയം മേഖലയിലെ സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പാകിസ്ഥാനിൽ വിസ സേവനങ്ങൾ നിർത്തിവെച്ചത് ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ചിട്ടുണ്ട്. കോൺസുലേറ്റുകൾക്ക് മുന്നിൽ വെടിയച്ചകൾ മുഴങ്ങുന്ന സാഹചര്യം പാകിസ്ഥാന്റെ രാജ്യാന്തര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്.
പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ഈ ഓപ്പറേഷൻ എത്രത്തോളം വിജയകരമാകും എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഭീകരതയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് സൈന്യം അവകാശപ്പെടുമ്പോഴും ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. താലിബാന്റെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ പാകിസ്ഥാൻ പ്രയോഗിക്കുന്ന ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും താലിബാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. ബഗ്രാം പോലെയുള്ള താവളങ്ങൾ ലക്ഷ്യം വെക്കുന്നതിലൂടെ താലിബാന്റെ സൈനിക നട്ടെല്ല് തകർക്കുക എന്നതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഭൗമരാഷ്ട്രീയത്തിലെ ഈ കൊടുങ്കാറ്റ് അടങ്ങണമെങ്കിൽ നയതന്ത്രപരമായ നീക്കങ്ങൾ അനിവാര്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അഫ്ഗാൻ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. അമേരിക്കയുടെ പിന്മാറ്റവും ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുന്നു. ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് ലക്ഷ്യം കാണുമോ അതോ പാകിസ്ഥാൻ മറ്റൊരു നീണ്ട യുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനോടൊപ്പം അതിർത്തിയിലെ ശത്രുവിനെ നേരിടുക എന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയൊരു പരീക്ഷണമായിരിക്കും. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതിൽ എല്ലാ രാജ്യങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭീകരതയുടെ വിത്തുകൾ പാകുന്നവർക്ക് സ്വന്തം മണ്ണിൽ തന്നെ അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ചരിത്ര സത്യമാണ് ഇപ്പോൾ ദക്ഷിണേഷ്യയിൽ ആവർത്തിക്കുന്നത്. യുദ്ധങ്ങൾ എന്നും കണ്ണീരും നാശവും മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്ന ബോധ്യം എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടം നിലയ്ക്കുമ്പോൾ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കൂ. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോൾ തുടരുന്ന ഈ സംഘർഷം ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യും എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.